റൗണ്ട് വരുന്നുണ്ട്, വലിയ റൗണ്ട്, സെമി റൗണ്ട്, അതുപോലെ ഫുൾ ലോങ് വാർഡ്രോബിനൊക്കെ വരുന്നുണ്ട്. ഏകദേശം എത്ര കോസ്റ്റ് വരുന്നുണ്ട്? 1200 രൂപ നമ്മൾ സ്ക്വയർ ഫീറ്റിന് ചെയ്യുന്നത്. ഓക്കെ, ലൈറ്റ് ഏകദേശം വന്നു അല്ലേ? ഇത് ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? 6 മാസത്തിനുള്ളിൽ കംപ്ലൈൻറ്റ് ആകുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഡ്രൈവ് ഫ്രീ ആയിട്ട് കൊറിയർ ചെയ്ത് കൊടുക്കും. ഹായ് ഫ്രണ്ട്സ്, ഇന്റീരിയർ മനോഹരമാക്കാൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിസൈൻ ഐഡിയകളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മിറർ ഐഡിയ ആണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തൊട്ട് കഴിഞ്ഞാൽ ലൈറ്റ് കത്തുന്ന, അല്ലെങ്കിൽ പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇതുപോലെ ലൈറ്റ് ഡിം ആൻഡ് ബ്രൈറ്റ് ഒക്കെ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള മിററുകളാണ് ഇപ്പോൾ ട്രെൻഡിങ്. ഈ മിറർ എങ്ങനെ ഉണ്ടാക്കുന്നു, അത് എവിടെയൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു തൊട്ടാൽ കത്തുന്ന മിറർ നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുന്നത് കണ്ണൂർ മയിലുള്ള ഇബ്രാഹിക്കയുടെ വർക്ക്ഷോപ്പിലാണ്. ഇബ്രാഹിക്ക, സുഖം. ഈ ഒരു ഐഡിയ ഞാൻ കുറെ ഇത് ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് കരുതുന്നു. കാരണം ഇന്റീരിയറിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയകൾ വരുമ്പോൾ, പ്രൊഡക്റ്റുകൾ വരുമ്പോൾ നമ്മൾ ചാനലിലൂടെ പരിചയപ്പെടുത്താറുണ്ട്. ഇപ്പോൾ നമ്മളെ വ്യൂവേഴ്സിന് അറിയേണ്ടത് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ നിർമ്മിക്കുന്നു എന്നുള്ളത് സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് കാണിച്ചു തരാം. പല ടൈപ്പ് മിറർ ഇവിടെ ഉണ്ട്. ഇത് റൗണ്ട് ആണ്. ഈ റൗണ്ട് മിററൊക്കെ എങ്ങനെ എടുക്കുമ്പോൾ കുറെ ടൈം എടുക്കില്ല കട്ട് ചെയ്ത് എടുക്കാനൊക്കെ? അതിനുള്ള മിസ്മൈസ് ഉണ്ട്. ഒരാൾക്ക് വേണ്ടത് ഈ ഒരു മോഡലാണെങ്കിൽ ഈ ഒരു മോഡൽ, വോയിസ് കൺട്രോൾ ഉണ്ടെങ്കിൽ വോയിസ് കൺട്രോൾ ചെയ്ത് കൊടുക്കും, അല്ല ബ്ലൂടൂത്ത് കൺട്രോൾ ആണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കും, അല്ല ടച്ച് വേണമെങ്കിൽ ടച്ച്, ഒന്നും ഇല്ലാത്തതും ചെയ്ത് കൊടുക്കും. പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസിന്റെ ബാക്കിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്യും അല്ലേ? ഇത് വരുന്നത് മെറ്റീരിയൽ നമ്മളെ അത് PVC ബോർഡാണ്. PVC ബോർഡ് തന്നെയാണ്. അത് വെള്ളം നനയുന്ന ഭാഗമാണെങ്കിലും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് PVC ബോർഡ് ഉപയോഗിക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് HDF MDF ഏത് ഉപയോഗിക്കാം, പക്ഷെ അതിലൊക്കെ ചീർത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിനാ പ്രശ്നം ഉണ്ടാവില്ല. പഴയ കാലത്താണെങ്കിൽ നമ്മൾ ഇതിന്റെ മുകളിൽ ഒരു പോയിന്റ് കൊടുത്തിട്ട് മുകളിൽ നിന്ന് ലൈറ്റ് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായത്. അപ്പോൾ അതിന്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഇതിൽ രണ്ട് ടൈപ്പായിട്ട് നിൽക്കുന്നത്. അതിന്റെ വെളിച്ചം ശരിക്കും കിട്ടണമെന്നില്ല. ഇതാകുമ്പോൾ കാണാൻ ഇന്റീരിയർ നല്ല ലുക്കുമായി, ഇതിന്റെ തന്നെ ലൈറ്റുമായി, ഫേസിന് നമുക്ക് വേറെ ലൈറ്റ് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. പൈപ്പൊക്കെ ഹൈഡാണ്. അപ്പോൾ ഇതിന്റെ ഫ്രെയിം എടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റേജ് എന്താണ്? അടുത്ത സ്റ്റേജിൽ നമ്മളിത് സ്പ്രേ ചെയ്യണം. സ്പ്രേ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ലൈറ്റിന്റെ ഡോട്ട് ഇതിന്റെ താഴോട്ടേക്ക് എടുത്ത് കാണിക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കണം. സ്പ്രേ ചെയ്യും അല്ലേ? അതാണ് ഇവിടെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഫ്രെയിം ആക്കി പെയിന്റ് ചെയ്തു. ഇനി ഇതിലേക്ക് ടച്ച് വെക്കണം അല്ലേ? ഏത് മോഡലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ സിംഗിൾ ഇതിലുള്ളത് ചൂസ് ചെയ്യുന്നത്, ഡബിൾ LED ഇല്ലാത്തത്. അതിന് ഈ ബ്രാക്കറ്റ് വെച്ചതിന് ശേഷം നമ്മൾ സിമ്പിളായിട്ട് ആ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക. ഇവിടെ ഇത് സെറ്റ് ചെയ്തു അല്ലേ? ഓക്കെ, ആ രീതിയിലാണ് അതിന്റെ സ്വിച്ച് റെഡിയാക്കിയത്. ഇങ്ങനെ സ്ട്രിപ്പ് ലൈറ്റ് ആണല്ലേ കൊടുക്കുന്നത്? അതെ. ഇത് സോൾഡർ ചെയ്തിട്ട് കണക്ട് ചെയ്യേണ്ടി വരും അല്ലേ? ഇത് കമ്പനി 2 എൻഡിൽ സോൾഡർ ചെയ്തിട്ടുണ്ടാവും. ബാക്കി നമ്മൾ കട്ട് പീസ് വരുന്നത് സോൾഡർ ചെയ്തിട്ട് ജോയിൻ ചെയ്യും അല്ലേ? ഇത് റൗണ്ട് ആണെങ്കിലും സെയിം പ്രോസസ്സ് തന്നെ? സെയിം പ്രോസസ്സാണ്. ഓക്കെ, ഈ സൈഡിലേക്ക് ലൈറ്റ് ഇങ്ങനെ അങ്ങോട്ട് വരും അല്ലേ? ഇത് 2-3 ടൈപ്പിലുണ്ട്. സൈഡ് കവേർഡ് ആയിട്ടുള്ളതും ഉണ്ട്. ഇത് പാർട്ടി ആവശ്യപ്പെടുന്ന പോലെയാണ്. ഇത് പാർട്ടിക്ക് ഹൈലൈറ്റ് ആയിട്ടുള്ള വാളാണെങ്കിൽ ഇതുപോലുള്ള ചെയ്ത് കഴിഞ്ഞാൽ പുറമേക്ക് നല്ല വെളിച്ചം കിട്ടുമ്പോൾ ആ ഒരു വാളും കൂടി നല്ല ഭംഗിയുണ്ടാവും. ഓക്കെ, ഇതിപ്പം ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഗുണം കിട്ടും. നമ്മൾ സൈഡ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ മാത്രമേ വെളിച്ചം കിട്ടും. ഓക്കെ. ഇതുവരെ പെയിന്റ് കൊടുക്കാൻ കാരണം ഇത്ര ഏരിയയിൽ ഇത് വേണ്ട, ഡയറക്റ്റ് ഇത് കാണും. LED ഡോട്ട് കാണും. അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പെയിന്റ് ചെയ്ത് സ്റ്റിക്കർ. ഇവിടുന്ന് ഇങ്ങോട്ട് ലൈറ്റ് വരും. ഈ രീതിയിലാണ് അല്ലേ പെയിന്റ്? അതിനിപ്പുറത്തേക്ക് മാത്രം നമുക്ക് ലൈറ്റ് സ്പ്രെഡ് ചെയ്യാൻ മതി, ഇവിടെ മാത്രം. ഓക്കെ, ലൈറ്റ് ഏകദേശം വന്നു അല്ലേ? ഇത് ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? അതെങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കാൻ വേണ്ടി? അത് നമ്മൾ തൊട്ട് പിടിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും. അത് മെമ്മറൈസ് ആണ്. നമ്മൾ അടുത്ത പ്രാവശ്യം ഓണാക്കുമ്പോൾ അതങ്ങനെ നിൽക്കും അല്ലേ? അപ്പൊ ഇതില് വല്ല കംപ്ലൈന്റ് വരികയാണെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ റിപ്പയർ ചെയ്യാം? ഇത് ഓപ്പൺ ചെയ്യാണോ? എന്താണ് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഈ ഒരു പീസ് നമുക്ക് ഈസി ആയിട്ട് അയക്കാൻ പറ്റുന്ന വിധത്തിൽ ഇത് സ്ക്രൂ ചെയ്തിട്ട് വെച്ചതാണ്. ഈ ഒരു പീസ് എടുക്കാൻ പറ്റും. ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, എല്ലാം ഫിക്സ്ഡ് ആണ്. ഈ ഒരു പോർഷൻ നമുക്ക് ഈസി ആയിട്ട് അഴിച്ചിട്ട് ഇതിന്റെ അകത്തുള്ള മാറ്റാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ സിമ്പിൾ ആണ് കാര്യങ്ങൾ. LED കംപ്ലൈന്റ് ആണെങ്കിൽ LED ഒരു 10,000 മണിക്കൂർ നമുക്ക് മിനിമം ഗ്യാരണ്ടി കിട്ടുന്നുണ്ട്. ഡ്രൈവാ പോകാൻ സാധ്യത, പക്ഷെ അതും നമ്മൾ 6 മാസത്തേക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ ഈ ഒരു സംഭവം വീട്ടിൽ വന്ന് ഇൻസ്റ്റാൾ ചെയ്തു അല്ലെങ്കിൽ ഫിക്സ് ചെയ്തു, കംപ്ലൈന്റ് ആവുകയാണെങ്കിൽ എത്ര മാസം കറക്റ്റ് വാറണ്ടി? 6 മാസത്തേക്ക്. ഇതിപ്പോ ദൂരം വഴിയാണെങ്കിൽ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും, അല്ലാതെ നമ്മൾ നേരിട്ട് പോയി മാറ്റി കൊടുക്കും. കണ്ണൂർ ജില്ലയിലാണെങ്കിൽ നേരിട്ട് മാറ്റി കൊടുക്കും. ഇതുപോലുള്ള ഡിസൈനുകളൊക്കെ വരുമ്പോ ആളുകൾ അന്വേഷിച്ച് വരുന്നുണ്ടോ? ഉണ്ട്, നല്ല ഓർഡറുള്ള സംഭവം. നമ്മളിപ്പോ ഓൺലൈനാണ് കൂടുതൽ ചെയ്യുന്നത്. നാട്ടിലുള്ളത് വർക്കിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടേണ്ട്. നാട്ടിലും ഇപ്പൊ അടുത്തായിട്ട് വേറെ ടീം സെറ്റ് ചെയ്തിട്ട് അവൈലബിൾ ആണ്. ഇത് എന്താന്ന് വെച്ചാലേ ആളുകൾക്ക് സിമ്പിൾ ആണ്, എന്നാൽ വലിയ കോസ്റ്റും വരുന്നില്ല അതിന്. ഇതിന് ഏകദേശം എത്ര കോസ്റ്റ് വരുന്നുണ്ടെന്നാണ്? നമ്മളിപ്പോ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിലും കൊടുക്കുന്നതായതുകൊണ്ട് റീറ്റെയിൽ പ്രൈസ് ആണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ 1200 രൂപ നമ്മൾ സ്ക്വയർ ഫീറ്റിന് ചെയ്യുന്നത്. ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അതിന്റെ ഇത് കുറഞ്ഞു വരും. ഓക്കെ, ഇതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽക്ക് ക്വാളിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണമല്ലോ. ഇത് മിറർ എന്ത് മെറ്റീരിയലാണ് നിങ്ങൾ ഉപയോഗിച്ചത്?
മിറർ സൈൻഗോബിന്റെ സൈൻഗോബിന്റെ നല്ല മിറർ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല mirror. അതുപോലെ തന്നെ നമ്മൾ മോഡിഗാർഡ്, ഈ 2 ബ്രാൻഡ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഈ LED സ്ട്രിപ്പുകളാണല്ലോ അതിന് ചുറ്റും വരുന്നത്, അതാണെങ്കിലോ? അത് 120 LED ഉള്ള LED സ്ട്രിപ്പ് ഉപയോഗിക്കുന്നത്. അതൊക്കെ ചൈനയിൽ നിന്ന് വരുന്നതാണ്. LED ടച്ച് ഒക്കെ പക്ഷെ അതിന്റെ നിങ്ങൾക്ക് വാറണ്ടി കൊടുക്കുകയാണെങ്കിൽ എത്ര മാസം കൊടുക്കാൻ പറ്റും? 6 മാസം വരെ വാറണ്ടി ഉണ്ട്. 10,000 മണിക്കൂർ വരെ നമുക്ക് LED ലൈഫ് പറയുന്നുണ്ട്. 10,000 മണിക്കൂർ കിട്ടുന്നുണ്ട്. അതൊക്കെ LED ഇപ്പോഴത്തെ ഒരു റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നല്ല റേഞ്ച് തന്നെയാണ്. ഈ ഒരു മിറർ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു ദിവസം എത്ര മിറർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്? നമ്മളൊരു 10-18 മിറർ ഒരു ദിവസം ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ സൈസിനനുസരിച്ചിട്ടാണ്. സൈസിനനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്റീരിയറിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സൈസ് ഉണ്ട്. റൗണ്ട് വരുന്നുണ്ട്, വലിയ റൗണ്ട്, സെമി റൗണ്ട്, അതുപോലെ ഫുൾ ലോങ് വാർഡ്രോബിനൊക്കെ വരുന്നുണ്ട്. അതേപോലൊക്കെ ചെയ്യുന്നുണ്ടോ? എല്ലാ സൈസിലും ചെയ്യുന്നുണ്ട്. കസ്റ്റമൈസ്ഡ് സൈസ്, കസ്റ്റമൈസ്ഡ് ഡിസൈൻ. ഇതിപ്പോ ഇവിടെ വെച്ചിട്ടുള്ളത് ഓവൽ ഡിസൈനുള്ള ഓവലായിട്ടുള്ള മിററാണ്. അത് പ്രത്യേക ഒരു ഡിസൈനാണ്. അതുപോലെ തന്നെ ഹാഫ് റൗണ്ട് മിറർ വരുന്നുണ്ട്. അങ്ങനെ പാർട്ടി ഏതാണ് ആവശ്യപ്പെടുന്നത്, ആവശ്യപ്പെടുന്നത് ആ ഡിസൈൻ ചെയ്ത്. ഈ മിറർ ചെയ്യുമ്പോൾ എന്തൊക്കെ മെറ്റീരിയൽ വേണം, ഏതൊക്കെ സ്റ്റെപ്പുകളാണ് അതിലുള്ളത്? മെറ്റീരിയൽ എന്ന് പറയുന്നത് കുറച്ച് വൈഡ് റേഞ്ച് ഓഫ് മെറ്റീരിയൽ ഉണ്ട്, കുറച്ച് നമ്മളെ സീക്രട്ടുകളുണ്ട്. സീക്രട്ട് പറയണ്ട, ബാക്കി പറഞ്ഞേക്കും. എന്നാലും നമുക്ക് കാര്യമായിട്ട് വരുന്നത് LED ലൈറ്റ്, PVC ബോർഡ്, ഗമ്മ്, പിന്നെ ടച്ച് ലൈറ്റ്, പിന്നെ വയർ, ആവശ്യമായ വയർ, ഇത്ര വരുന്നുള്ളൂ. ഇനി ഇത് ആദ്യം എന്തൊക്കെയാണ് ഇതിൽ ചെയ്യുന്നത്? ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് ഈ ലൈൻസ് ഇടുക എന്നുള്ളത്, അതായത് ഈ ഗ്യാപ്പിന് വേണ്ടിയിട്ടുള്ള ലൈൻസ് ഇടുക എന്നുള്ള മിററിന്റെ. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡ് ടേപ്പർ ആക്കി എടുക്കണം. അത് പാർട്ടിയുടെ ഡിസൈൻ അനുസരിച്ചിട്ടാണ്. സൈഡ് റൗണ്ട് ആക്കിയിട്ടും ഓവൽ ആക്കിയിട്ടും ഒക്കെ നമ്മൾ ചെയ്യും. പിന്നെ ഈ കാണുന്ന ഗ്യാപ്പ് ഉണ്ടാക്കുന്ന പെയിന്റിലൂടെയാണ്? അല്ല, അത് പെയിന്റ് അല്ല, അത് നമ്മൾ എച്ചിങ്ങിലൂടെ ചെയ്യുന്നതാണ്. ഓക്കെ. ഇനിയിപ്പോ ഇതിന്റെ ബാക്കിൽ LED കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നേരത്തെ പറഞ്ഞ PVC ബോർഡ് കൊണ്ട് ഫ്രെയിം ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇതിന്റെ സൈഡിലൊക്കെ ആയിട്ട് ബോർഡറിലൊക്കെ പെയിന്റ് അടിച്ചു കൊടുക്കും. പിന്നെ അതിന്റെ ലൈറ്റ് ഒട്ടിച്ച് ബാക്കിയുള്ള സെൻസറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ അതിൽ ടച്ച് ഫിറ്റ് ചെയ്യുന്നു അല്ലേ? ടച്ച് സെൻസർ ഫിറ്റ് ചെയ്യും. സെൻസർ, ഈ സെൻസർ ഡയറക്റ്റ് കറണ്ടിലേക്ക് വർക്ക് ചെയ്യല്ലോ? അതിനൊരു ബാറ്ററി അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ പോലെ എന്തെങ്കിലും വേണ്ടേ? അത് SMPS വെച്ച് കൊടുക്കുന്നുണ്ട്. SMPS വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ വരുന്ന ഒരു സംഭവമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മിറർ അല്ലേ? നമ്മൾ ഒറ്റ നോട്ടത്തിൽ സിമ്പിൾ മിറർ ആണ്. ഇതിപ്പോ ആവശ്യക്കാർക്ക് നമ്മൾ കാണുകയാണെങ്കിൽ ഇതുപോലെ വാഷ് ഏരിയ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് അല്ലേ, സിമ്പിൾ ആയിട്ടുള്ള വാഷിംഗ് ഏരിയ ഒന്ന് ഗ്രാൻഡ് ആക്കാൻ ഇതുപോലെ ഒറ്റ ടച്ചിൽ കത്തുന്നത്. ഇത് ഒറ്റ ടച്ച് അല്ലാതെ വേറെ അഡീഷണൽ ഇപ്പോൾ കുറെ ഫീച്ചേഴ്സ് വന്നുകൊണ്ടിരിക്കുക, പുതിയ ട്രെൻഡിങ്ങൾ വരികയാണ്. എന്തൊക്കെയാണ് പുതിയ ട്രെൻഡിങ്ങൾ? എന്റെ എന്ന് പറയുന്നില്ല, പുതിയ ഏകദേശം വന്നിട്ടുള്ള സംഭവം തന്നെ. നമ്മളിപ്പോ വോയിസ് കൺട്രോൾ അലക്സ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്, ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, അതിൽ ടെമ്പറേച്ചറിന്റെ സെറ്റിംഗ് വരുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെ വരുന്നുണ്ടോ ഈ മിററിൽ ചെയ്യാൻ പറ്റും ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. അല്ല, ഈ വോയിസ് അലക്സ എങ്ങനെ ഇതിലേക്ക് കണ്ടു? എന്താ അലക്സ വരുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക് കത്തുകയാണോ? അല്ല, അലക്സ പ്ലീസ് ഓപ്പൺ മിറർ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്. അത്രയും സിമ്പിൾ ആണ്. ഇപ്പൊ ഏതൊക്കെ ഷേപ്പിൽ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്? ഷേപ്പ് എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ്ഡ് ഷേപ്പാണ്. കസ്റ്റമൈസ്ഡ് ആണ്. ഏത് ഷേപ്പിലും സൈസിലും ചെയ്ത് കൊടുക്കും. 8-6 വരെ നമ്മളെ ഒറ്റ പീസിൽ കിട്ടും. പീസ് കൂടുന്നതിനനുസരിച്ച് ഏത് സൈസിലും ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു മെറ്റീരിയൽ ഇപ്പോൾ ഇവിടെ ഒരു ദിവസം 10-ലധികം നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അല്ലേ? 20ഓളം മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുകൾ ഇത് ചോദിച്ച് നിങ്ങളടുത്ത് വരുന്നുണ്ട് ആൾറെഡി. ഇപ്പൊ നമ്മളെ വ്യൂവേഴ്സിന് ഇത് വേണമെങ്കിലും എത്തിച്ചു കൊടുക്കാൻ പറ്റും? കേരളത്തിൽ എവിടെ വേണമെങ്കിൽ ഡെലിവറി ചെയ്യും. നല്ല പാക്കിംഗ്, നല്ല സംവിധാനത്തോടുകൂടി. ഇത് ഓൺലൈനിൽ മാത്രം ചെയ്യുന്ന ഇതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേറെ തന്നെ ഒരു ടീം, നാട്ടിൽ ചെയ്യുന്ന ഒരു ടീം വേറെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് വെച്ച് സ്വിച്ച് ഇട്ടാൽ മതി അല്ലേ? അതിലേക്ക് എക്സ്ട്രാ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വേണ്ട ലൈൻ എവിടെയാണോ വരുന്നത് അവിടെ ഒരു പൈപ്പ് ഇട്ട് കൊടുക്കുക, സ്വിച്ചിലേക്ക് കണക്ഷൻ കൊടുക്കുക. അല്ലാണ്ട് വേറെ ഒന്നും വരുന്നില്ല. ആളുകൾക്ക് സിമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്യാം അല്ലേ? വാഷിംഗ് ഏരിയയിൽ മിറർ സാധാരണ രീതിയിൽ ആളുകൾ വാങ്ങി വെക്കുകയാണ് ചെയ്യുക. ആ വാങ്ങുന്നതിന് പകരം നമ്മുടെ ഒരു മിറർ ഓർഡർ ചെയ്യുക, എന്നിട്ട് ഫിക്സ് ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള ബ്രാക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. ഒരു ഇലക്ട്രീഷ്യൻ, ഒരു വീട്ടമ്മക്ക് ചെയ്യാൻ പറ്റുന്ന, കഴിയുമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബ്രാക്കറ്റും കാര്യങ്ങളൊക്കെ അതിന് ഫിക്സ് ചെയ്തത്. അതെ, ഇതിന് 4 സ്ക്രൂ ഉണ്ട്. ഇത് ചുമരിൽ ഫിക്സ് ചെയ്യാം അല്ലേ? എന്നിട്ട് അതിന് ഹാങ് ചെയ്യാം. ഇതിന് ഫിക്സ് ആക്കിയിട്ടുണ്ടാവുക, ഇതിൽ ഹാങ് ചെയ്താൽ മതി. ഓക്കെ, അതാണ് അതിന്റെ ഒരു പ്രോസസ്സ്. ഇനിയിപ്പോ ഇത് വാങ്ങി ആളുകൾക്ക് ഇതിപ്പോ നേരത്തെ പറഞ്ഞു 6 മാസം വാറണ്ടി ഉണ്ട്. 6 മാസത്തിനുള്ളിൽ കംപ്ലൈന്റ് ആവുകയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ കംപ്ലൈന്റ് ആകുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഡ്രൈവ് കൊറിയർ ചെയ്ത് കൊടുക്കും. ഫ്രീ ആയിട്ട് കൊറിയർ ചെയ്ത് കൊടുക്കും. അതിന് ശേഷമാണെങ്കിൽ നമ്മൾ അതിന്റെ പേയ്മെന്റ് എത്രയാണെന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും കിട്ടുന്ന മിറർ ആണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ വ്യൂവേഴ്സിന് ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ വ്യൂവേഴ്സ് വരികയാണെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കില്ലേ? ഷുവറായിട്ടും കൊടുക്കും. 5% നമ്മൾ സാധാരണ കൊടുക്കുന്നതിലും കുറച്ച് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ എന്റെ പേര് പ്രത്യേകം പറയണം. ഡെക്കോവാർട്ടിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്.
അപ്പോൾ വളരെയധികം നന്ദി ഈ കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയത്, ഇതിനെ നിർമ്മിക്കുന്ന രീതിയൊക്കെ പറഞ്ഞു കൊടുക്കും. ഇനിയിപ്പോൾ ഈ നിർമ്മാണ രീതി ആരെങ്കിലും ടെക്നിക്കലി കോപ്പി അടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇതുപോലെ ആയിട്ടാണല്ലോ എല്ലാവരും പഠിക്കുന്നത്, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഞാൻ അധിക വർക്കിന്റെ വീഡിയോസ് ആണ് കാണിച്ചു കൊടുക്കുന്നത്, അതൊന്നും കുഴപ്പം വരുന്നില്ല. നമുക്ക് കിട്ടേണ്ടത് എന്തായാലും നമ്മളെ വഴിക്ക് ചുറ്റിട്ട് വരും. ഞാൻ ഈ വീഡിയോ ചെയ്തിട്ട് പരിചയപ്പെടുത്തിയത്, ആ വീഡിയോയിൽ കൂടിയാണ് കൂടുതൽ ഓർഡർ വരുന്നത് അല്ലേ? നമുക്ക് ഉണ്ടാവുന്ന കഴിവുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലേ? പിന്നെ ക്വാളിറ്റി ഇതുവരെ കുറച്ചിട്ടില്ല, ആ ഒരു രീതിയിൽ തന്നെ ചെയ്തു പോകുന്നതുകൊണ്ട് എന്തായാലും ഒരാൾ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ മൊത്തം നമ്മളെ പറഞ്ഞിട്ട് കൂടുതൽ വർക്ക് വരും, വീഡിയോനെക്കാട്ടി കൂടുതൽ വർക്ക്. ഓക്കെ, നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സന്ദർശിക്കണമെങ്കിൽ ഇവിടുത്തെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് എങ്ങനെ പറയാം? കറക്റ്റായിട്ട് വരുന്നത് കണ്ണൂരിൽ നിന്ന് ഏകദേശം ഒരു 17 കിലോമീറ്റർ, കണ്ണൂർ ടൗണിൽ നിന്ന് വരുമ്പോൾ മയ്യിൽ ടൗണിൽ നിന്ന് വരുന്നതാണെങ്കിൽ 3.5 കിലോമീറ്റർ. 3.5 കിലോമീറ്റർ ആണ്. അപ്പോൾ വളരെയധികം നന്ദി കാര്യങ്ങൾ പറഞ്ഞു. താങ്ക് യു.